ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മഹാജനപദാസിൻ്റെ എൻട്രിയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. 600 to 300 BC നടന്നിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അജീവികാസ് ആണ്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അജീവികാസ്. അജീവികാസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 600 BC ആ ഒരു സമയത്ത് പല തരത്തിലുള്ള ഹെട്രോഡോക്സ് ആയിട്ടുള്ള സെക്റ്റുകൾ എമർജ് ചെയ്തിരുന്നു. ലൈക്ക് ബുദ്ധിസം, ജൈനിസം പോലെയുള്ള അങ്ങനെ വന്ന ഒരു റിലീജിയസ് ഗ്രൂപ്പാണ് ഈ പറഞ്ഞ അജീവികാസ് എന്ന് പറയുന്നത്. ആക്ച്വലി അജീവികാസിൻ്റെ മെയിൻ ഫൗണ്ടർ എന്ന് പറയുന്നത് നന്ദവച്ച എന്ന് പറയുന്ന ഒരാളാണ്. നന്ദവച്ച യുപിയിലെ ശ്രവസ്തി ആയിരുന്നു അജീവികാസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫൗണ്ടർ നന്ദവച്ച ആണെങ്കിലും ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദം എന്ന് പറയുന്നത് മൂന്നാമത്തെ ആളാണ്. അതാണ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേര് മഖാലി ഗോശാല. ആരാണ് മഖാലി ഗോശാല എന്ന് പറയുന്ന തേർഡ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് അജീവികാസ്. ഏകദേശം 500 BC ജീവിച്ചിരുന്ന ഒരാളായിട്ടാണ് പറയുന്നത്. ഇദ്ദേഹമാണ് മെയിൻ ആയിട്ടുള്ളൊരു ആളെന്ന് പറയുന്നത്. ആൻഡ് ഹി വാസ് എ കോണ്ടംപററി ഓഫ് ബുദ്ധ ആൻഡ് മഹാവീര. സോ എന്താണ് അജീവികാസ്, അല്ലെങ്കിൽ ആരാണ് അജീവികാസ്? നമുക്ക് നോക്കാം. ദേ ആർ ബേസിക്കലി നേക്കഡ് അസെറ്റിക്സ്. ഇവർ എന്താണ്? സന്യാസിമാരാണ്. നേക്കഡ് ആയിട്ടുള്ള അസെറ്റിക്സ് ആണ്. സോ ദേ ബിലീവ് ദാറ്റ് ദ നത്തിങ് ഇൻ വേൾഡ് കുഡ് ചേഞ്ച് ആസ് എവറിത്തിങ് വാസ് പ്രീ ഡിറ്റർമൈൻ. ശരിക്കും പറഞ്ഞാൽ ഫേറ്റ് അല്ലെങ്കിൽ നിയതിയിൽ വിശ്വസിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ലോകത്തുള്ള ഒന്നും നമുക്ക് മാറ്റാൻ കഴിയുന്നതല്ല, എല്ലാം എന്നാണ് ഓൾറെഡി തീരുമാനിച്ചു വെച്ചതാണ്, ഓൾറെഡി ഡിസൈഡഡ് ആണെന്നാണ് പറയുന്നത്. ഫേറ്റ് അല്ലെങ്കിൽ നിയതി എന്നുള്ളൊരു കൺസെപ്റ്റിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. ബുദ്ധിസം, ജൈനിസം പ്രീച്ച് ചെയ്യുന്ന പോലെ കർമ്മ എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഇവർ എന്ത് ചെയ്തിരുന്നില്ല? വിശ്വസിച്ചിരുന്നില്ല. ദേ റിജക്റ്റഡ് ദ അതോറിറ്റി ഓഫ് വേദ. വേദാസിനെ ഇവർ എന്ത് ചെയ്തിരുന്നു? റിജക്റ്റ് ചെയ്തിരുന്നു. സോ ഇതിൻ്റെ മെയിൻ ഡിസിപ്പിൾസ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് എന്ന് പറയുന്ന ആരാന്നറിയാമോ? ബാങ്കേഴ്സും അതേപോലെ തന്നെ നമ്മുടെ പോട്ടേഴ്സും അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു ഈ ഒരു അജീവിക സെക്റ്റിനെ ഫോളോ ചെയ്തവരായിട്ട് പറയുന്നത്. അതേപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആളാണ് അജിത കേശ കാംബ്ലിൻ. അജിത കേശ കാംബ്ലിൻ അദ്ദേഹവും അജീവിക സെക്റ്റിൽ ബിലോങ് ചെയ്യുന്ന ഒരു ആൾ കൂടിയാണ്. നമ്മുടെ മൗര്യൻ എംപറർ ആയിട്ടുള്ള ബിന്ദുസാര, ഹി വാസ് എ ഫോളോവർ ഓഫ് ദിസ് സെക്ട്. സോ ഇത് ശ്രവസ്തി അല്ലെങ്കിൽ UP കേന്ദ്രീകരിച്ച് തുടങ്ങിയിരുന്നെങ്കിലും പിന്നീട് ഇത് എങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്തു? തമിഴ്നാട് അതേപോലെ തന്നെ കർണാടകയിലോട്ടൊക്കെ പിന്നീട് 14th സെഞ്ച്വറിയിൽ ഇത് 14th സെഞ്ച്വറി CE ഇത് പിന്നീട് സ്പ്രെഡ് ചെയ്തൊക്കെ തുടങ്ങി. തമിഴ്നാട്ടിലെ ഇത് ഒരു ലീഡർ ഉണ്ടായിരുന്നു, പുരണൻ എന്നായിരുന്നു പേര്. പുരണൻ. ദ ചോളാസ് ആർ നോൺ ടു ഹാവ് ലെവിഡ് ടാക്സ് ഓൺ അജീവികാസ്. ചോളാസ് ഈ അജീവികാസിന് ടാക്സ് അടിച്ചതായിട്ട് നമ്മൾ പറയുന്നുണ്ട് ടെക്സ്റ്റുകളിലൊക്കെ. ദ ഓൺലി റിമൈനിങ് എവിഡൻസ് ഓഫ് ദ ലോസ്റ്റ് അജീവിക സെക്ട് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ ബരാബർ കേവ്സ് ഓഫ് ഗയ. ഗയയിലുള്ള ബരാബർ കേവ്സ്, ഇവിടെയാണ് നമുക്ക് ആകെയുള്ള ഇങ്ങനെയുള്ളൊരു അജീവിക സെക്റ്റിൻ്റെ ലോസ്റ്റ് എവിഡൻസ്. ഇപ്പം ഈ ഒരു സെക്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഇത് കാണാൻ കഴിയുന്നത് ബരാബർ കേവ്സിലാണ്. ഗയയിലുള്ള ബരാബർ കേവ്സിലാണ് ഈ ഒരു സെക്റ്റിനെ കുറിച്ചുള്ള കുറച്ചെങ്കിലും ഇൻഫർമേഷൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ അജീവികാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. വൺ ഓഫ് ദ ഹെട്രോഡോക്സ് സെക്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഫൗണ്ടർ നന്ദവച്ച, ക്യാപിറ്റൽ അറ്റ് ശ്രവസ്തി ഇൻ UP. The third and the main disciple of Ajivika sect ആയിരുന്നു മഖാലി ഗോശാല. He was a contemporary of Buddha and Mahavira. Ajita Kesha Kamblin also belonged to this sect. Bindusara was an ardent devotee of Ajivikas. So what are Ajivikas? They are basically naked ascetics. So they believed that nothing in the world could be changed as everything was predetermined. They believed in fate or niyati. So they rejected the authority of Vedas, they rejected karma, and the followers were basically bankers and potters. So in the 14th century, what happened? It gradually spread to other part of India, like in Tamil Nadu and Karnataka. Puranan was a disciple of Ajivika sect in Tamil Nadu, and the Cholas are known to have levied a tax on Ajivikas also. So the only remaining evidence of the lost Ajivika sect can be found in the Barabar caves at Gaya. സോ നിങ്ങളോട് ഇതിൽ ചിലപ്പോൾ മഖാലി ഗോശാലയെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വന്നേക്കാം, ഈ ഏത് സെക്റ്റിലാണെന്നുള്ളത്. പിന്നെ ഈ സെക്റ്റിന് നേക്കഡ് അസെറ്റിക്സ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അവരുടെ മെയിൻ കോർ തീം എന്താണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ അവരെ കാണാൻ കഴിയുന്ന ഒരു സ്ഥലം ബരാബർ കേവ്സ് നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. ബിന്ദുസാര അവരുടെ ഒരു ഫോളോവർ ആണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അജീവികാസിൽ ഉള്ളൂ. സോ ഇതൊരു വളരെ ചെറിയ ടോപ്പിക് ആണെങ്കിലും ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷനായിട്ട് കയറി വരാൻ സാധ്യതയുണ്ട്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ക്ലാസ്സുകളൊക്കെ കാണുക.